ലിറ്ററേച്ചറിന്റെ നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ ഹാംലെറ്റ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞ ആക്ട് ആണ്, പ്ലേ റൈറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഹാംലെറ്റ് എന്ന് പറയുന്നത് ആക്ട് 3 ആണ്. മൂന്നാമത്തെ ആക്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് അബൌട്ട് ദി സോളിറ്റ്യൂഡ്, അതായത് ആത്മകഥമാണ്. ആക്ട് 3 എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ആത്മകഥമാണ്. ആൻഡ് ഹാംലെറ്റ്, ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ പ്ലേ റൈറ്റ് എഴുതിയ വ്യക്തിയാണ് ആരാ? വില്യം ഷേക്സ്പിയർ. മനസ്സിലായല്ലോ? സോ അതിന്റെ ക്രിട്ടിക്കൽ അനാലൈസിസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത്? ഹാംലെറ്റിന്റെ ആക്ട് 3. ആക്ട് 3യുടെ അനലൈസേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാംലെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് ഡ്രാമ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ എഴുതിയതിൽ വെച്ച് തന്നെ ഏറ്റവും നീളമേറിയ ഡ്രാമയാണ് ഏത്? ഹാംലെറ്റ് എന്ന് പറയുന്നത്. ഹാംലെറ്റ് പബ്ലിഷ് ചെയ്ത എക്സാക്ട് ഡേറ്റ് നമുക്ക് അറിയില്ല. പക്ഷേ സ്കോളേഴ്സ് വിശദീകരിക്കുന്നത് അത് 1601ന്റെയും 1603ന്റെയും ഇടയിലുള്ള ഏതോ ഒരു സമയത്താണ് ഹാംലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഹാംലെറ്റ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിന്റെ ഒരു കരിയറിൽ തന്നെ, അല്ലെങ്കിൽ കരിയറിൽ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ലായി മാറിയ ഒരു ഡ്രാമയാണ് ഏത്? ഹാംലെറ്റ്. മനസ്സിലായല്ലോ? ഈ ഒരു ഡ്രാമയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വില്യം ഷേക്സ്പിയർ 2 കാര്യത്തെ ഒരുമിച്ച് കൂട്ടി എഴുതിയ ഒരു ഡ്രാമയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഹാംലെറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ മോറൽ സെൻസിറ്റിവിറ്റി, അതായത് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ മോറൽ ആയിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളെയും, അതേപോലെ തന്നെ ഇതേ ഹാംലെറ്റിന്റെ ഉള്ളിലുള്ള ഹാംലെറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ള ഇന്നർ സൈഡ്, ഉള്ളിലുള്ള ഹാംലെറ്റിന്റെ പക, റിവെഞ്ച്, പക, അതായത് എന്തിനോടുള്ള പക? തന്റെ അച്ഛനെ കൊന്ന ആൾക്കാരോടുള്ള ഹാംലെറ്റിന്റെ പക. ഈ 2 കാര്യങ്ങളെ കൂടി ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ ഭയങ്കര മിക്സ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വില്യം ഷേക്സ്പിയർ ഈ ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഡ്രാമ എഴുതുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാംലെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിവെഞ്ച് പ്ലേ ആണ്. പ്രതികാരം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പക എന്ന് പറഞ്ഞ ആ ഒരു തീം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഡ്രാമയാണ് ഏത്? ഹാംലെറ്റ് എന്ന് പറയുന്നത്. ഈ ഡ്രാമ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിനെയാണ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ബെഞ്ച് ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല മോറൽ ക്യാരക്ടേഴ്സ് ഉള്ള, അതായത് കുറച്ച് നല്ല സ്വഭാവമുള്ള, അല്ലെങ്കിൽ നല്ല രീതിക്ക് മാത്രം ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായ ഹാംലെറ്റ്, ആ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത്രയും നല്ല ഒരു മനുഷ്യൻ റിവെഞ്ച്, പക എന്ന് പറഞ്ഞ ഒരു പ്രതികാരം എന്ന് പറഞ്ഞ ആ ഒരു തീമിനെ വിസമ്മതിക്കുന്ന ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹാംലെറ്റിന്റെ കണ്ടന്റ് എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവെഞ്ച് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരോടുള്ള റിവെഞ്ച് ആണ്? ക്ലോഡിയസ് എന്ന് പറഞ്ഞ ഒരു രാജാവിനോടുള്ള ഒരു റിവെഞ്ച് ആണ്. ആരാണ് ഈ ക്ലോഡിയസ്? ക്ലോഡിയസ് എന്ന് പറഞ്ഞ രാജാവ് കിങ് ഹാംലെറ്റ്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രിൻസ് ഹാംലെറ്റിന്റെ സ്വഭാവമാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതല്ലാതെ തന്റെ അച്ഛനുണ്ട്. ഈ പ്രിൻസ് ഹാംലെറ്റിന്റെ അച്ഛനാണ് ആര്? കിങ് ഹാംലെറ്റ്. ഈ കിങ് ഹാംലെറ്റിനെ കൊന്നുകളഞ്ഞ ഒരു രാജാവാണ് ആര്? ക്ലോഡിയസ്. ഈ ക്ലോഡിയസ് കിങ് ഹാംലെറ്റിനെ കൊന്നുകളയുകയും പെട്ടെന്ന് തന്നെ, മർഡറിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഹാംലെറ്റിന്റെ ഭാര്യയെ എന്ത് ചെയ്തു? കല്യാണം കഴിക്കുകയും ചെയ്തു. ആര്? ഈ കിങ് ക്ലോഡിയസ്. അങ്ങനെ ഈ കിങ് ക്ലോഡിയസിന്, ഈ ക്ലോഡിയസ് എന്ന് പറഞ്ഞ രാജാവിനോടുള്ള പ്രതികാരം
ഈ ഒരു ഡ്രാമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ ഹാംലെറ്റ്, കിങ് ഹാംലെറ്റ്, രാജാവായ ഹാംലെറ്റിനെ ക്ലോഡിയസ് കൊന്നുകളഞ്ഞു. അതിനെ തുടർന്ന് തന്നെ ഈ കിങ് ഹാംലെറ്റിന്റെ ഗോസ്റ്റ്, അതായത് പ്രേതം, അല്ലെ നമുക്ക് അങ്ങനെ പറയാം അല്ലെ, പ്രേതം, കിങ് ഹാംലെറ്റിന്റെ പ്രേതം അഥവാ ആത്മാവ് ഓക്കെ എന്ത് ചെയ്യുകയാണ്, കിങ് ഹാംലെറ്റിന്റെ ആത്മാവ് ഒരു ഗോസ്റ്റ് ആയിട്ട് വരികയും അതിനെ തുടർന്ന് തന്നെ പ്രിൻസ് ആയിട്ടുള്ള ഹാംലെറ്റ്, അല്ലെ, പ്രിൻസ് ആയിട്ടുള്ള ഹാംലെറ്റിനോട് എന്താവശ്യപ്പെടുകയാണ്, എന്നെ കൊന്നു കളഞ്ഞ ആൾക്കാരോട് നീ പ്രതികാരം ചോദിക്കണം, നീ റിവെഞ്ച്, അവരോട് തിരിച്ച് റിവെഞ്ച് ചെയ്യണം എന്ന് ആര് വന്ന് പറയുകയാണ്, ഈ കിങ് ഹാംലെറ്റിന്റെ ഗോസ്റ്റ് ഇവിടെ വന്ന് പറഞ്ഞു തരികയാണ്. മനസ്സിലായോ? പക്ഷേ ബട്ട് ദി മോറൽ ക്യാരക്ടർ ഓഫ് ദി പ്രിൻസ് ഹാംലെറ്റ്, പ്രിൻസ് ഹാംലെറ്റിന്റെ ഈ മോറൽ ക്യാരക്ടർ, അല്ലെ, അതായത് നല്ല ഒരു വ്യക്തിയാണ്, നല്ല ഒരു ക്യാരക്ടറാണ് ഇയാൾക്കുള്ളത്, അല്ലെ, വളരെ നല്ല സ്വഭാവമാണ്. അത്തരത്തിലുള്ള ഈ കിങ് ഹാംലെറ്റിന്റെ അതായത് ഈ പ്രിൻസ് ഹാംലെറ്റിന്റെ സ്വഭാവം ഒരു റിവെഞ്ച്, പ്രതികാരം ചെയ്യുക എന്ന ആ തീമിൽ നിന്നും എന്തായി, വിസമ്മതിച്ചു. തങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെ, തനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആർക്ക്? ഹാംലെറ്റിന്. മനസ്സിലായല്ലോ? ഇവിടെ യഥാർത്ഥത്തിൽ ഹാംലെറ്റ് എന്തായി മാറുകയാണ്, ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എത്ര ഇരുന്നാലും however എങ്ങനെ ഇരുന്നാലും it deviates from the contemporary dramatic convention through the portrayal of internal crisis and dilemma of Hamlet. യഥാർത്ഥത്തിൽ വേറൊന്നുമല്ല, ഇതിലോടുകൂടി തന്റെ നല്ല ക്യാരക്ടർ, ഇത് മോറൽ ക്യാരക്ടേഴ്സ് ഉള്ള ഹാംലെറ്റ് എന്ന് പറഞ്ഞ പ്രിൻസ് ഹാംലെറ്റ്, ആ കഥാപാത്രത്തിന് ഒരിക്കലും റിവെഞ്ച്, പ്രതികാരം എന്ന് പറഞ്ഞ തീം അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല. പക്ഷെ എന്നിരുന്നാലും താൻ അത് ചെയ്തിരുന്നു. കാരണം എന്താ, തന്റെ അച്ഛന്റെ കിങ് ഹാംലെറ്റിന്റെ പ്രേതം വന്ന് ഗോസ്റ്റ് വന്ന് പറയുകയാണ്. മാത്രമല്ല പതിയെ എന്ത് ചെയ്യാണ്, കിങ് ഹാംലെറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണ്, തന്റെ അച്ഛനെ കൊന്ന ആളുകളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കും. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഈ ഡ്രാമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് പോരുകളും ഒരുപാട് ചോരക്കളികളും ഒക്കെ നമുക്ക് ഈ ഡ്രാമയിൽ ഒരുപാടധികം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഡ്രമാറ്റിക് ഫേസുകളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ് ഡ്രമാറ്റിക് ഫേസ്? എക്സ്പോസിഷൻ ആൻഡ് കോംപ്ലിക്കേഷൻ, പോരാതെ ക്രൈസിസ് ആൻഡ് ക്ലൈമാക്സ് ആൻഡ് ഫോളോയിങ് ആക്ഷൻ. ഇത്തരത്തിലുള്ള കുറച്ച് ഡ്രമാറ്റിക് ഫേസസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അത് ഏതൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യാം, അല്ലെ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു എക്സ്പോസിഷൻ, അല്ലെ. ഈ നാടകത്തിലെ എക്സ്പോസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈ ദി അപ്പിയറൻസ് ഓഫ് ദി ഗോസ്റ്റ്, പ്രേതത്തിന്റെ അപ്പിയറൻസോട് കൂടിയാണ് നമുക്ക് ഈ ഡ്രാമയിൽ എക്സ്പോസിഷൻ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല 3 ഗാർഡ്സ്, 3 ഗാർഡ്സ്, അല്ലെ, 3 കാവൽക്കാര് ആരെ കാണുകയാണ്, ഈ ഗോസ്റ്റിനെ കണ്ടിട്ട് കിങ് ഹാംലെറ്റിന്റെ റിസംബിൾനെസ് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഈ 3 ഗാർഡ്സിനും കിങ് ഹാംലെറ്റിന്റെ റിസംബിൾസ് ആ ഗോസ്റ്റിന് തോന്നുകയാണ്. മാത്രമല്ല ഇത് കൂടാതെ മറ്റൊരു സാഹചര്യത്തിൽ കൂടി നമുക്ക് ഈ എക്സ്പോസിഷൻ കാണാൻ സാധിക്കും. അത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഹാംലെറ്റ്, പ്രിൻസ് ഹാംലെറ്റ്, അല്ലെ, ശ്രദ്ധിക്കണം, നമ്മുടെ കിങ് ഹാംലെറ്റ് വേറെയാണ്, പ്രിൻസ് ഹാംലെറ്റ് വേറെ. ഓക്കെ, ഈ പ്രിൻസ് ഹാംലെറ്റ് ഈ ഗോസ്റ്റിനെ കാണുമ്പോൾ ഈ ഹാംലെറ്റ് ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. എന്തിനാ, ഈ ഗോസ്റ്റ് നല്ല ഗോസ്റ്റ് ആണോ അതോ ചീത്ത ഗോസ്റ്റ് ആണോ എന്ന് ഇവിടെ ആര് കൺഫ്യൂഷൻ ആവുകയാണ്, ഈ ഹാംലെറ്റ് കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഈ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞ ഡ്രമാറ്റിക് ഫേസ് ഈ ഡ്രാമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ഡ്രാമ നീണ്ടുപോകുന്നത് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫേസിലേക്കാണ് പോകുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഹാംലെറ്റ് ഒരു മാഡ് മാൻ, ഒരു ഭ്രാന്തനായിട്ട് അപ്പിയർ ചെയ്യുമ്പോഴാണ് ഇവിടെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഗതി വർക്ക്ഔട്ട് ആവുന്നത്. ഈ ഹാംലെറ്റ് ഒരു മാഡ് മാൻ ആയിട്ട് അപ്പിയർ ആകുമ്പോൾ ക്ലോഡിയസിനും അതേപോലെ തന്നെ ക്ലോഡിയസിന്റെ അനുയായികൾക്കും എന്ത് സംഭവിക്കുകയാണ്, ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ്. മാത്രമല്ല ഇതെന്താവുകയാണ്, ക്ലോഡിയസിനും തന്റെ അനുയായികൾക്കും ഒരു ഭീഷണിയായി മാറുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തത്, സംഭവിച്ചത്. അതെങ്ങനെയാന്ന് വെച്ചാൽ കാരണം ഹാംലെറ്റിന്റെ പെട്ടെന്നുള്ള, അതായത് ഹാംലെറ്റിന്റെ സ്വഭാവത്തിലുള്ള പെട്ടെന്നുള്ള ഒരു ഇറാറ്റിക് ആൻഡ് പെട്ടെന്നുള്ള ഒരു ചേഞ്ചസിലൊക്കെയാണ് ഇതൊക്കെ ക്ലോഡിയസിന് ഒരു ഭീഷണിയായി മാറി എന്നവരൊക്കെ തിരിച്ചറിഞ്ഞത്. മനസ്സിലായില്ല?
എന്തായി മാറി? സീരിയസ്ലി കൺസേൺഡ് ആയി മാറി. എന്തോടുകൂടി? ഹാംലെറ്റ് തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നാലെ ക്ലോഡിയസ് ആണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സാഹചര്യത്തിനെ തുടർന്ന് തന്നെ ആരെ? ക്ലോഡിയസ് ഭയങ്കര സീരിയസ് ആയിട്ട് മാറി ആ ഒരു സാഹചര്യത്തെ ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ ക്ലോഡിയസ് ഉടനടി എന്ത് ചെയ്തു? ഹാംലെറ്റിനെ എങ്ങോട്ട് പറഞ്ഞയച്ചു? ഇംഗ്ലണ്ടിലോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി? തന്റെ പവർ അല്ലെ, തന്റെ പവർ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്ലോഡിയസ് എന്ത് ചെയ്തു? ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഹാംലെറ്റ് ഇതിന്റെ ഇടയിൽ ഹാംലെറ്റിന് ഒരു തെറ്റ് പറ്റി. എന്താ? തന്റെ അച്ഛന്റെ പിന്നിലുള്ള മരണത്തിന്, അതായത് തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നാലെ ആരാണ്? പോളോണിയസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഹാംലെറ്റ് ആരെ കൊന്നുകളഞ്ഞു? പോളോണിയസിനെ കൊന്നുകളഞ്ഞു. പോളോണിയസിന്റെ മരണത്തോടു കൂടി ആർക്ക്? ഒഫേലിയയ്ക്ക് ഭ്രാന്താവുകയും പിന്നീട് ഒഫേലിയ മരിച്ചു പോവുകയുമാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹാംലെറ്റ് പിന്നീട് തിരിച്ചറിഞ്ഞു ആരാണ്? ക്ലോഡിയസ് ആണ് തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെന്ന് പിന്നീട് ഹാംലെറ്റ് തിരിച്ചറിയുക ചെയ്തത് കേട്ടോ. സോ ഈ ഒരു സാഹചര്യത്താണ് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഡ്രാമയിൽ എന്ത് വരുന്നത്? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഫേസ് കടന്നു വരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രൈസിസ് ആൻഡ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഫേസ് നമുക്ക് ഡ്രാമയിൽ കാണാൻ സാധിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അത് എപ്പോഴാണ് കാണാൻ സാധിച്ചതെന്ന് നോക്കുമ്പോൾ ഹാംലെറ്റും അതേപോലെ തന്നെ ലാർട്ടസും അവർ രണ്ടുപേരെയും ഇടയിൽ നടന്ന ഫെൻസിംഗ് മാച്ച് അല്ലെ, ഫെൻസിംഗ് മാച്ച്, അവർ രണ്ടുപേരും ഇടയിൽ നടക്കുന്ന ഫെൻസിംഗ് മാച്ചിന്റെ സമയത്താണ് നമുക്ക് ഈ ക്രൈസിസ് ആൻഡ് ക്ലൈമാക്സ് കാണാൻ സാധിച്ചത്. അതായത് ഈ ഒരു സമയത്താണ് ഓഡിയൻസ് ഒക്കെ എങ്ങനെയാ ഭയങ്കര ഒരു സീരീസ് ഓഫ് വയലൻസ് ഒക്കെ ഓഡിയൻസ് കണ്ടത് ഈ ഒരു സമയത്താണ്. ഏത് സമയത്ത്? ലേർട്ടസും അതേപോലെ തന്നെ ഹാംലെറ്റിന്റെയും ഇടയിലുള്ള ഫെൻസിംഗ് മാച്ച് നടക്കുമ്പോൾ. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിനെ തുടർന്ന് തന്നെ ലേർട്ടസ് എന്ത് പറയുന്നുണ്ട്? കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് കൺഫ്യൂസ് ചെയ്യുന്നത്? അതായത് ഗെട്രിയൂഡ്. ഓക്കെ, ഗെട്രിയൂഡിന്റെ ഡെത്ത്, മരണത്തിന് പിന്നാലെ ആരാണ്? ഞാനല്ല, ആരാണ്? ക്ലോഡിയസ് ആണ് എന്ന് പറഞ്ഞ് ലേർട്ടസ് എന്ത് ചെയ്യുന്നുണ്ട്? തുടരെ വിളിച്ചു പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? പക്ഷേ ഹാംലെറ്റ് ആൻഡ് ക്ലോഡിയസ്, ഓക്കെ, അതായത് ഹാംലെറ്റ് ഇത് അറിഞ്ഞതോടുകൂടി വിത്ത് ദ സെയിം പോയിസൺ ഫോയിൽ, ഓക്കെ, അതായത് ഈ ലേർട്ടസും ഹാംലെറ്റും അടിപിടി നടക്കുന്നു, വയലൻസ് വിറ്റ്നസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് എന്തുപയോഗിച്ചിട്ടാണ്? അതായത് പോയിസൺഡ് ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ആ മാച്ച് നടക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള അടിപിടി അങ്ങനെ നടക്കുന്നത്. എന്നാൽ ഇത് അറിഞ്ഞതോടുകൂടി തന്നെ ഹാംലെറ്റ് എന്ത് ചെയ്യുകയാണ്? ഇതേ പോയിസൺഡ് ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആരെയും കൊന്നുകളയുകയാണ്? ക്ലോഡിയസിനെയും. സത്യങ്ങളൊക്കെ അറിഞ്ഞ ഹാംലെറ്റ് ക്ലോഡിയസിനെയും കൊന്നുകളയുകയാണ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് നമുക്കിവിടെ ക്രൈസിസ് ആൻഡ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഡ്രാമയുടെ ഫേസ് കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിച്ച ഒരു ഫേസ് ആണ് ദി ഫോളിംഗ് ആക്ഷൻ. ഏതാ? ദി ഫോളിംഗ് ആക്ഷൻ. ദി ഫോളിംഗ് ആക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടറായ ഹാംലെറ്റ് മരണപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് പോളണ്ടിൽ നിന്നും മാർച്ചിങ് ആർമി, ഓക്കെ, അതായത് മാർച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആർമിയുടെ ശബ്ദവും നമുക്ക് ഈ ഒരു സമയത്ത് കേൾക്കാൻ സാധിച്ചിരുന്നു. മാത്രമല്ല ഗുൾഡൻസ്റ്റോറിന്റെയും അതേപോലെ തന്നെ റോസൻക്രാറ്റ്സിന്റെ മരണ വാർത്തയും കൂടി അതായത് അവരുടെ മരണത്തിന്റെ അനൗൺസ്മെന്റും ആര് ചെയ്തിരുന്നു? ഇംഗ്ലണ്ടിന്റെ അംബാസിഡർ എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ അനൗൺസ് ചെയ്ത ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇത്തരത്തിൽ മേജർ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും മരണത്തിന് ശേഷം ഫോർട്ടിൻബ്രാൻസ് കുറച്ച് ഓർഡേഴ്സ് കൊടുക്കുകയാണ്. എന്തിനെ തുടർന്നുള്ള ഓർഡേഴ്സ് ആയിരുന്നു അത്? ഹാംലെറ്റിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് ഒരു ഫ്യൂണറൽ സെറിമണി നടത്തണം എന്നുള്ള ഓർഡർ ആര് പുറപ്പെടുവിക്കുകയാണ്? ഫോർട്ടിൻബ്രാൻസ് ഓർഡർ കൊടുക്കുകയാണ്. ഇത്തരത്തിലാണ് ഈ ഒരു ഇതിൽ നമുക്ക് എന്ത് ഫോളിംഗ് ആക്ഷൻ എന്നുള്ള ഫേസ് ഈ ഡ്രാമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ ഫേസുകൾ, ഇത്രയും സാഹചര്യത്തിൽ, ഇത്രയും സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഡ്രാമയിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഹാംലെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഡ്രാമാറ്റിക് ഡിവൈസ് ആണ് എന്ത്? സോളിലോക്ക്. എന്താണ് സോളിലോക്ക്? എന്താണ് ഈ സോളിലോക്ക് എന്ന് പറഞ്ഞാൽ? ആത്മകഥം. എന്താണ്? ആത്മകഥം. അപ്പൊ ഈ സോളിലോക്ക് ഒരുപാട്
സോളിലോക്ക് നമുക്ക് ഈ ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രാമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിന്റെ ഇന്നർ ഫീലിംഗും അതേപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ തോട്ട്സ് ചിന്താഗതിയും ഓഡിയൻസിലോട്ട്, അതായത് ഓഡിയൻസിലോട്ട് പകർന്നു നൽകുകയാണ്. എങ്ങനെ? ത്രൂ സ്പീച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്യാരക്ടർ വന്ന് എന്ത് ചെയ്യും? ഈ ക്യാരക്ടറിന്റെ ഉള്ളിലുള്ള ഫീലിങ്സും അതേപോലെ തന്നെ ചിന്താഗതികളും ഒക്കെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കും. അതായത് ഓഡിയൻസിന് കേൾക്കാം, പക്ഷെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ്? ദേ ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അതായത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും ഇതറിയില്ല, പക്ഷെ എന്ത് ചെയ്യാം? ഓഡിയൻസിന് ഇത് പറയുന്നത് കേൾക്കാൻ പറ്റും. ആ ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു ഡ്രമാറ്റിക് ഡിവൈസ് ആണ് എന്ത്? സോളിലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ സോളിലോക്ക് എന്ന് പറയുന്നത് ഈ ഓരോ ക്യാരക്ടേഴ്സും കുറെ ലോങ് സ്പീച്ചസ് കൊടുക്കും. മനസ്സിലായല്ലോ? ഒരു സിംഗിൾ ക്യാരക്ടറിനെ കുറിച്ച് തന്നെ ലോങ് സ്പീച്ചസ് കൊടുക്കും. എന്തിനു വേണ്ടി? ഈ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണെന്നും ഈ ക്യാരക്ടർ എന്താണെന്നും ആരാണെന്നും അവരുടെ ഇന്നർ ഫീലിങ്സ് എന്താണെന്നും തോട്ട്സ് എന്താണെന്നും ഒക്കെ ഓഡിയൻസിനോട്ട് അറിയിച്ചു കൊടുക്കാനാണ് ഈ ഒരു സോളിലോക്ക് ഉപകാരമാവുന്നത്. മനസ്സിലായല്ലോ? നോക്കാം. ഈ ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രാമയിലുള്ള എല്ലാ സോളിലോക്സും എന്താണ്? ഈ നാടകത്തിന്റെ പ്രോഗ്രസിനെ ഹെൽപ്പ് ചെയ്ത ഒരു ഡ്രാമാറ്റിക് ഡിവൈസ് ആണ്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഒരുപാട് സോളിലോക്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സോളിലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദി ഗോസ്റ്റ് ഹാംലെറ്റിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് സോളിലോക്ക് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് സോളിലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗോസ്റ്റ് ഹാംലെറ്റിന് മുമ്പിൽ അപ്പിയർ ചെയ്യുകയും അതിനുശേഷം ഈ ഗോസ്റ്റ് ഈ റെസ്പോൺസിബിലിറ്റി ഹാംലെറ്റിനെ ഏൽപ്പിക്കുകയാണ്, അല്ലെ? റിവെഞ്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അതിനുശേഷമാണ് ആ ഒരു സംഗതിക്ക് ശേഷമാണ് എന്ത്? സെക്കൻഡ് സോളിലോക്ക് നടക്കുന്നത്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ സോളിലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഹാംലെറ്റ് എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ഹാംലെറ്റ് ഏറ്റെടുക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് മൂന്നാമത്തെ സോളിലോക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ സോളിലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തന്റെ ആക്ട് ഓഫ് റിവെഞ്ച് ഉണ്ടല്ലോ, തന്റെ പ്രതികാരത്തിന്റെ ആ പ്രതികാരം എന്തെന്ന് കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തിലേക്ക് നീട്ടി വെക്കുകയാണ്, അല്ലെ? കുറച്ച് കാലയളവിലേക്ക് നീട്ടി വെക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് നാലാമത്തെ സോളിലോക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാലാമത്തെ സോളിലോക്കാണ് ഈ ഇത്രയും ഈ ഡ്രാമയിൽ മുഴുവനായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോളിലോക്ക്. കാരണം അത് ഒരു ഫിലോസോഫിക്കൽ സോളിലോക്ക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ക് കൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അഞ്ചാമത്തെ സോളിലോക്ക് നടക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഹാംലെറ്റ് തന്റെ അമ്മയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, അല്ലെ? കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിന് ആ ഒരു സംഗതിക്ക് അല്ലെങ്കിൽ ആ എൻകൗണ്ടർ ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപായിട്ടാണ് നമുക്ക് എത്രാമത്തെ ഫിഫ്ത്ത് സോളിലോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആറാമത്തെ സിക്സ്ത് സോളിലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗെർട്രൂഡ്സിന്റെ ചേംബർ, അല്ലെ? ഗെർട്രൂഡ്സിന്റെ ചേംബറിലേക്ക് ഹാംലെറ്റ് കാണാൻ വേണ്ടി ഹാംലെറ്റ് ഇങ്ങനെ നടന്നു പോകുന്ന ഓൺ ദ വേ ആ വഴിയരികിൽ അപ്പോഴാണ് നമുക്ക് ആറാമത്തെ സോളിലോക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ സോളിലോക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല ഈ പ്ലേന്റെ ഒക്കെ പ്രോഗ്രഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ഡ്രമാറ്റിക് ഡിവൈസ് ആണ് എന്ത്? സോളിലോക്ക്. സോ ഇത്തരത്തിലാണ് ഹാംലെറ്റ് എന്ന് പറഞ്ഞ വില്യം ഷേക്സ്പിയറിന്റെ ആക്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? സോ ക്രിട്ടിക്കൽ അനലൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ എന്താണ് ആ ആക്ട് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇതിലുള്ള ഇത്തരത്തിലുള്ള ഡിവൈസസ് എന്താണ്, ഇത്തരത്തിലുള്ള ഡ്രമാറ്റിക് ടേംസ്, ഡ്രമാറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്രിട്ടിക്കൽ അനലൈസേഷനിൽ എഴുതിയിരിക്കണം. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഞാൻ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലിരിക്കും, കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.